ഹായ് ഡിയേഴ്സ്, ഓൾ ഇന്ത്യ കോട്ടയിലെ റൗണ്ട് 2ന്റെ പ്രൊവിഷണൽ റിസൾട്ട് എല്ലാ വിദ്യാർത്ഥികളും പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിലെന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിലായിട്ടും അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇമെയിൽ അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ നോട്ടീസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അപ്പം നിങ്ങളുടെ അലോട്ട്മെന്റ് വരുന്നത്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രൊവിഷണൽ റിസൾട്ട് റൗണ്ട് 2യുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ആവുന്നത് 30-ാം തീയതിയാണ് അത് പബ്ലിഷ് ആവുന്നത്. ഫൈനൽ റിസൾട്ട് ഡിസ്പ്ലേഡ് ഓൺ 30th നവംബറിലാണ് ഫൈനൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഇമെയിലായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡിംഗ് അലോട്ട്മെന്റ് ലെറ്റർ ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ഫ്രം 30th നവംബർ 2020. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ നാളെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ടെൻഷൻ ആവേണ്ട. അവർക്ക് കേരളയുടെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ഉണ്ട്. നമുക്കതിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിടക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ 3 ടൈപ്പായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ 1ാം റൗണ്ട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടി, MCCയുടെ റൗണ്ട് 1ൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾ ഹയർ ഓപ്ഷൻസുകളൊക്കെ കൊടുത്തു, റൗണ്ട് 2 നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റൗണ്ട് 2ൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ ആണ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് പോയിട്ട് നിങ്ങൾ ആദ്യം കിട്ടിയ കോളേജിൽ നിന്നും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, നിങ്ങൾ അടച്ച ഫീസും എല്ലാ കാര്യങ്ങളും തിരിച്ചു വാങ്ങി നിങ്ങൾ റൗണ്ട് 2ൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്താലേ അത് പൂർത്തിയാവുകയുള്ളൂ, നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തീകരിക്കുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് റൗണ്ട് 1ൽ കിട്ടിയിട്ടുണ്ട്, റൗണ്ട് 2ൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും തിരിച്ചു പോരാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് കോട്ടയിലെ അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അടച്ചിരിക്കുന്ന ഒരു പെനാൽറ്റി ആയിട്ട് അവിടെ അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തിരിച്ചു പോരാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന മോപ്പപ്പ് റൗണ്ടിലോ സ്റ്റേ വേക്കൻസിയിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ പുതുതായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അവിടെ അടയ്ക്കേണ്ടി വരും. അതാണ് ഒരു വ്യത്യാസം, പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നിങ്ങൾ 2ാം റൗണ്ടിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടി അവിടെ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് ഫീസും അടച്ചു. ഇനി നിങ്ങൾ ആഗ്രഹിച്ച് സ്റ്റേറ്റിലേക്ക് മടങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മടങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തീരുമാനത്തോട് കൂടിയിട്ട് തന്നെ അവിടെ പങ്കെടുക്കുക. ആ 4.5 വർഷം നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ കോളേജിൽ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു വരവ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി അതുപോലെ പല വിദ്യാർത്ഥികൾക്കും 1ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജുകൾ ഇനി മതി, എനിക്ക് 2ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജുകൾ വേണ്ട എന്നും പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ 1ാം ഘട്ടത്തിലെ സീറ്റ് വേറൊരു കുട്ടിക്ക് കൊടുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ഏത് സീറ്റാണോ നിങ്ങൾക്ക് അലോട്ടഡ് ചെയ്തത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. 2 ഓപ്ഷൻസ് ഉണ്ട്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ 4.5 വർഷം പഠിക്കാം. അഡ്മിഷൻ എടുക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഫോർഫീച്ചേഴ്സ് നഷ്ടപ്പെടുകയുള്ളൂ, അതായത് നിങ്ങൾ അടച്ച പൈസ നഷ്ടപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത റൗണ്ട് അടുത്ത 3rd അലോട്ട്മെന്റ്, അതായത് മോപ്പപ്പ് റൗണ്ടിലോ സ്റ്റേ വേക്കൻസിലോ ഒക്കെ തന്നെ നിങ്ങൾക്കും വീണ്ടും പങ്കെടുക്കാവുന്നതാണ്. കേരളയുടെ റൗണ്ട് 2 കഴിഞ്ഞാലായിരിക്കും ഇവിടെ മോപ്പപ്പ് റൗണ്ടുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമുക്ക് പങ്കെടുക്കാം. നമ്മൾ പുതിയതായി രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണമെന്നാണ് അവിടുത്തെ ഒരു കാര്യം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഉള്ളത്, ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകൾ സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്തു. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ അലോട്ട്മെന്റ് റിസൾട്ട് വന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ അലോട്ടഡ് ആയ കോളേജിൽ നിന്നും, ഫസ്റ്റ് റൗണ്ടിൽ അലോട്ടഡ് ആയ കോളേജിൽ നിന്നും ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ വാങ്ങി മടങ്ങി നിങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് മടങ്ങാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അടച്ച രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നതല്ല. അപ്പൊ അത് പ്രത്യേകം വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക. ഈ ഒരു ടൈം
ബൗണ്ടിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോരണം. 48 മണിക്കൂർ സമയമാണ് പരിധിയുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ നോഡൽ ഓഫീസേഴ്സുമായിട്ടെല്ലാം കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ആദ്യം അലോട്ടഡ് എടുത്ത കോളേജിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അടച്ച ഫീസും എല്ലാം തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് സ്റ്റേറ്റ് കൗൺസിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് മോപ്പപ്പ് റൗണ്ടിലും അതുപോലെ തന്നെ അടുത്ത സ്റ്റേ വേക്കൻസിലൊക്കെ തന്നെ പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഇതാണ് നമുക്ക് അലോട്ട്മെന്റുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ അതിന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്താണോ ബുക്ക് ചെയ്യാനുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നീക്കാവുന്നതാണ്. ഓക്കെ, റൗണ്ട് 2യുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതായത് പ്രൊഫഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡെന്റൽ സീറ്റ് അലോട്ട്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓൾ ഇന്ത്യ കോട്ടയിലെ MCC കൗൺസിലിംഗിന്റെ ഓൾ ഇന്ത്യ കോട്ടയിലെ കട്ട് ഓഫ് മാർക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 238 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും 41 BDS ഗവൺമെന്റ് കോളേജുകളിലേക്കുമാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇത് റൗണ്ട് 1ന്റെയും റൗണ്ട് 2യുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ 2 റാങ്കുകളുമാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. റൗണ്ട് 1ലുള്ള ഓൾ ഇന്ത്യ റാങ്കും റൗണ്ട് 2ല് അത് എത്രത്തോളം ലാസ്റ്റ് റാങ്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതായത് ജനറൽ OBC EWSന്റെ ഞാൻ ജനറൽ കാറ്റഗറി ആയിട്ടാണ് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് OBC EWSന്റെ ലാസ്റ്റ് റാങ്ക് വരുന്നത്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ 12,353 ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. അവരുടെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 618 ആണ് അവരുടെ നീറ്റ് സ്കോർ കിട്ടിയിരുന്നത്. ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് റാങ്ക് റൗണ്ട് 2ലെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 15,038 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അതായത് രാജാ മുത്തയ്യ കോളേജിലാണ്. അപ്പോൾ ഇത് ഏകദേശം 611 നീറ്റ് സ്കോർ കാണിക്കുന്നത്, 611 മാർക്ക്. അപ്പം നമ്മുടെ റൗണ്ട് 2ല് ഓൾ ഇന്ത്യ കോട്ടയിലെ റൗണ്ട് 2ല് 611 നീറ്റ് സ്കോർ കിട്ടിയ കുട്ടിക്കാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിരിക്കുന്നത്. അത് EWSന്റെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 14,389 EWSന്റെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 13,423 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഇത് സാധാരണ എയിംസ്, ജിപ്മർ, ESI കോളേജുകളിൽ മാത്രമേ EWS OBC റിസർവേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ ജനറൽ കോട്ടയിൽ തന്നെയായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. എയിംസ്, ജിപ്മർ, ESIയിലേക്കാണ് EWS OBC റിസർവേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഓൾറൗണ്ട് 15,038 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത വർഷത്തെ കുട്ടികൾക്ക്, അതായത് നീറ്റ് 2021 എഴുതുന്ന കുട്ടികൾക്കും ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഏകദേശം സ്കോറിംഗ് നേടേണ്ടത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് റാങ്ക് 611 ഇവിടെ വന്നിരിക്കുന്ന കട്ട് ഓഫ്. ഇത് കുറച്ച് ഹയർ കട്ട് ഓഫ് ആണ് കുട്ടികളെ. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ താങ്ങാൻ പറ്റാത്തൊരു കട്ട് ഓഫ് തന്നെയാണ്. നമുക്ക് ഓരോരോ സമയമാണിത്, അതിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ കട്ട് ഓഫ് ഹൈ മാർക്ക് തന്നെയാണ്, 611 മാർക്ക് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി SCയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് SC കോട്ടയിൽ വരുന്നത് 69,669 റൗണ്ട് 1ൽ 521 മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് സെക്കൻഡ് റൗണ്ട് എത്തുന്ന സമയത്ത് 81,121 ലാസ്റ്റ് റാങ്ക് വരുന്നത്, 507 മാർക്ക് വരുന്നത്. ഓക്കെ, 93 ST കോട്ടയിലെ നമ്മൾ നോക്കുന്ന സമയത്ത് 93,479 റൗണ്ട് 1ന്റെ ലാസ്റ്റ് കട്ട് ഓഫ്, 492 നീറ്റ് സ്കോർ. ഇപ്പം അവരുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്, ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 96,759 റാങ്ക് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് 488 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ചെറിയൊരു ഡിഫറൻസേ റൗണ്ട് 2ൽ വന്നിട്ടുള്ളൂ, വല്ലാതെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ 618 നിന്നും 11 എന്ന് പറയുമ്പോൾ തന്നെ വളരെ കുറഞ്ഞൊരു മാർക്ക് ഡിഫറൻസേ ഉണ്ടായിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ജനറൽ OBC EWC ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ആണ് 4,48,370 വന്നിരിക്കുന്നത്.
233 ഇവരുടെ നീറ്റ് സ്കോർ വന്നിരിക്കുന്നത്. ഇവരുടെ റൗണ്ട് 2 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 5,91,575 വന്നിരിക്കുന്നത്. നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് 175 ആണ്. ഓക്കെ, ഇതേപോലെ SC ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള വന്നിരിക്കുന്നത് 7,30,509 റൗണ്ട് 1-ൽ. 133 നീറ്റ് സ്കോർ. റൗണ്ട് 2 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 7,59,769 വന്നിരിക്കുന്നത്. അവരുടെ നീറ്റ് സ്കോർ 126 ആണ് വന്നിരിക്കുന്നത്. ST കാറ്റഗറിയിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളത് 8,83,067 വന്നിരിക്കുന്നത്. 115 നീറ്റ് സ്കോർ റൗണ്ട് 1-ലേതാണ്. റൗണ്ട് 2 വന്നിരിക്കുന്ന സമയത്ത് 8,15,024 റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 113 ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ ഓർക്കുക. 113 അവരുടെ ലാസ്റ്റ് റാങ്ക്, അതായത് ആ ക്വാളിഫൈങ് മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൗണ്ട് 1-ഉം റൗണ്ട് 2-യുടെയും കമ്പാരിസൺ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് ഇനിയൊരു അവസരം കൂടി നിങ്ങൾക്ക് നീറ്റ് 2021 കൂടി അവസരമുണ്ട്. ഞാൻ ആദ്യം തുടക്കം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവർ ഇതിനു വേണ്ടിയിട്ട് വളരെ വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്ത പ്രിയ വിദ്യാർത്ഥികളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും തന്നെ ടെൻഷനാണ്. വളരെ കോൺഫിഡൻസ് ആയിട്ട് നീറ്റ് 2021 ഫേസ് ചെയ്യുക. കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. ഏകദേശം നമുക്ക് മെയ് ലാസ്റ്റിലൂടെ ഒരു 1 മന്ത് ഡിലേ ആവുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതായത് അതുപോലെ തന്നെ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 5-6 മാസമേ ഉള്ളൂ. അത് നല്ല ഹാർഡ് വർക്കിങ്ങോടുകൂടി മുന്നേറുക. നിങ്ങൾക്ക് അടുത്ത ഒരു ഈ ഒരു റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാം. മാർക്ക് കുറഞ്ഞ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനി കേരളയുടെ മെഡിക്കൽ റൗണ്ട് 2 വരാനുണ്ട്. അത് ഏകദേശം നമുക്ക് ഡിസംബർ 1st വീക്ക് തന്നെ ഉണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് അലോട്ട്മെന്റോട് കൂടി ഈ ഗവൺമെന്റ് കോളേജുകളൊക്കെ തന്നെ അവസാനിക്കുകയാണ്. ഇനി ഇവര് രണ്ടാമത്തെ മോപ്പപ്പ് റൗണ്ടിലോ അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസികളിലോ ഒന്നും ഈ 238 കോളേജുകൾ ഉൾപ്പെടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ, അതായത് മോപ്പപ്പ് റൗണ്ടിലും സ്റ്റേ വേക്കൻസിയിലും ഉണ്ടാവുന്ന കോളേജുകൾ എന്ന് പറഞ്ഞാൽ എയിംസ്, ജിപ്മർ, ESI കോളേജുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളുമാണ് ഉണ്ടാവുന്നത്. ESIയുടെ 1ാമത്തെ റൗണ്ടുമേ അവസാനിച്ചിട്ടുള്ളൂ. അവർ 2ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇനി നമുക്ക് കേരള റൗണ്ട് വരാനുണ്ട്. അപ്പോൾ പല കുട്ടികളുടെയും ഒരു സംശയമാണ്, ഓപ്ഷൻ കൺഫർമേഷൻസ് എന്നാവും എന്നുള്ളത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ. അപ്പോൾ ഇത് പലപ്പോഴായിട്ടും കുട്ടികളോട് നമ്മൾ പറയാറുണ്ട്, സെക്കൻഡ് റൗണ്ട്, അതായത് കേരളയുടെ സെക്കൻഡ് റൗണ്ട് എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ദിവസം തന്നെ നമ്മൾ അതിനോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് ഡിസംബർ 1st വീക്കിലായിരിക്കും ഈ ഓപ്ഷൻ കൺഫർമേഷൻ വരുന്നത്. ഓപ്ഷൻ കൺഫർമേഷൻ ആവുന്നവർക്ക് നിങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ വെബ്സൈറ്റുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നല്ലത് മാത്രം വരട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.